സിദ്ദിഖിനെ എനിക്ക് ദേഷ്യം വരും. സിദ്ദിഖിന്റെ സിനിമയല്ലേന്ന് ഞാൻ വിചാരിച്ച് സമ്മതിച്ചു. ആരും ഇങ്ങനെ നാണിച്ചു നിൽക്കരുത്, നീതിക്ക് വേണ്ടി പോരാടണം. ആവറേജ് വേണം, അത്രേ ഉള്ളൂ. അവസാന ഒരു സാറിന് ഒരു വലിയത് ഫീലിങ്സ് ഒന്നും ചെയ്തില്ല. ആവറേജ് വേണം, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. നമ്മൾ സാറിന് കാണുന്ന പോലെ ഉള്ളൂ. ക്ലൈമാക്സ് ഒന്നും അത്ര മെസ്സേജ് വന്നിട്ടുണ്ട്. പെൺകുട്ടികളോടൊക്കെ ഉള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വണ്ടേ പടം നല്ലതാണ്, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷം. കരഞ്ഞ വിഷമം വന്നു. ഇനി ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ശിക്ഷ തന്നെ കൊടുക്കണം. ഇങ്ങനെ ഇനി ഒരു പെൺകുട്ടിക്കും കരയാനുള്ള ഇട വരരുത്. അതിനുള്ള ശിക്ഷയായിരിക്കണം കൊടുക്കുന്നത്. ലാലേട്ടൻ വളരെ നന്നായിട്ട് അഭിനയിച്ചു. നല്ല അഭിനയം. നന്നായിട്ട് നല്ലപോലെ അഭിനയിച്ചു. സിദ്ദിഖിനെ എനിക്ക് ദേഷ്യം വരും. സിദ്ദിഖിന്റെ സിനിമയല്ലേന്ന് ഞാൻ വിചാരിച്ച് സമ്മതിച്ചു. അതെ. അടിപൊളി. എല്ലാവരും കൊള്ളാം. ശരണ്യ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച കുട്ടി നന്നായിട്ടുണ്ട്. സിദ്ദിഖ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കട്ടയ്ക്ക് നിന്ന് ദേഷ്യം തോന്നിയില്ല. കട്ടയ്ക്ക് നിന്നു. അടിപൊളി. അല്ല, അതാ ആ കുട്ടി, ആ ശരണ്യായിട്ട് ആ കുട്ടി, അതല്ല ശരണ്യ, ആ ഒരു കല്യാണം, ആ കുട്ടി അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. സത്യം തെളിഞ്ഞു. ഇങ്ങനെ തന്നെ വേണം. പൊരുതണം. ഇനി ആരും ഇങ്ങനെ നാണിച്ചു നിൽക്കരുത്, നീതിക്ക് വേണ്ടി പോരാടണം. അടിച്ചുപൊളി. നല്ല പടം. നല്ല ദേഷ്യം തോന്നി. അടിപൊളി. സൂപ്പർ. നല്ല ഫിലിം. തീർച്ചയായിട്ടും ഏറ്റവും പുതിയൊരു പ്രമേയമാണ്. അതേപോലെ തന്നെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ്. ശരിക്കും സത്യം ജയിക്കണം. എവിടെയെങ്കിലും ഒക്കെ ഒരു ലൂപ്പ് ഹോൾ കാണും. ഒത്തിരി ഉണ്ട്. നമുക്കിപ്പം സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ അതൊത്തിരി വർക്ക് ചെയ്തല്ലോ. സത്യത്തിൽ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളതിനാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ചിലർ പറയും അങ്ങനെയൊന്നും അല്ല, പക്ഷേ എങ്കിലും സത്യം ഒരു പെൺകുട്ടിക്ക് നേരിടുന്ന അനുഭവം അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങനെയുള്ളവർ തന്നെയുണ്ട്. കുറച്ച് വേണ്ടാത്ത ആൾക്കാരുണ്ട്, ക്രിമിനൽസ് ഉണ്ടെങ്കിലും അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് ആ മീഡിയ സോഷ്യലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പുറത്ത് വരും. നല്ലൊരു സിനിമ കേട്ടോ. ഒത്തിരി നാൾ കൂടി നല്ലൊരു സിനിമ ഉണ്ട്. അപ്പോൾ ഒത്തിരി ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഒരു ലാസ്റ്റ് സീൻ. ജയിലിൽ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കൊച്ചിനെ വിട്ട് കഴിഞ്ഞ് അപ്പോൾ അവൾ മാസ്കൊക്കെ വലിച്ചു മാറ്റുന്നുണ്ട്. ഫ്രീ ഫേസ് ആയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു ഫോട്ടോഗ്രാഫർ അവളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം കൂടെ ഉണ്ടായ പെങ്കൊച്ച് തടയണത് ഒത്തിരി ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടും കൂടെ ഇറങ്ങിപ്പോയല്ലോ. ഒത്തിരി നല്ലൊരു സിനിമ. ലാസ്റ്റ് സീൻ ഒത്തിരി ടച്ചിങ് ആയിരുന്നു. സിദ്ദിഖ് ആദ്യം അവൻ്റെ ആ സംസാര രീതി, കൊച്ചിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു, പിന്നെ സിനിമയല്ലേ അല്ലേ, സൂപ്പർ. അങ്ങനെയൊന്നുമില്ല. മക്കള് ഭയങ്കര മോഹൻലാലിൻ്റെ ആളുകളാണ്. നമ്മൾ മനസ്സുകൊണ്ട് മമ്മൂട്ടിയോടാണ് ഇത്തിരി ചായവെങ്കിലും ഇവരാണ് നമ്മളെ കൊണ്ടുവരുന്നതെല്ലാം. അപ്പോൾ മോൻ രണ്ടാമത് കാണും. അവൻ ട്രിവാൻഡ്രത്ത് പഠിക്കുവാണ്. അവിടെ വെച്ച് റിലീസായി എന്ന് തന്നെ കണ്ട്. ഇപ്പം ഇന്നലെ ക്രിസ്മസ് അവധിക്ക് വന്നതേ ഉള്ളൂ. ഇതെൻ്റെ ചേച്ചി എറണാകുളത്ത് നിന്ന് ഇന്ന് വന്നതേ ഉള്ളൂ. ഇവരപ്പോൾ വരണത് കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് വന്നതാണ്. ചേച്ചിയും 2 പിള്ളേരും ഉണ്ട്. അപ്പോൾ അവർ നേരത്തെ തന്നെ ടിക്കറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുക്ക് ചെയ്ത് വെച്ച്. അപ്പം ഇന്ന് അത് തന്നെ